അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാടിലാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാന ഘടകങ്ങൾ. എന്നാൽ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന നിലപാടിലാണ് കേരളമടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾ. എതിർപ്പ് ശക്തമായതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളിലും ഭിന്നത രൂക്ഷമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമാകണമെന്ന് ശിവസേന ആവശ്യപ്പെടുമ്പോൾ പങ്കെടുക്കരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതു പാർട്ടികൾ. രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും എല്ലാവരും ചടങ്ങിന്റെ ഭാഗമാകണമെന്നും ക്ഷേത്ര നിർമ്മാണ സമിതി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, കോൺഗ്രസ് ഇക്കാര്യത്തിൽ എപ്പോഴാണ് ഒരു നിലപാട് പ്രഖ്യാപിക്കുക? അതിൽ പാർട്ടിക്കകത്ത് എന്ന പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ സമ്മർദ്ദവും എത്രമാത്രം സ്വാധീനം ചെലുത്തും? വേണു, പ്രത്യേകിച്ച് ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഘടകങ്ങൾ അവരാവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ച കാണിക്കരുത്, അഥവാ മുൻവിധിയോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കരുത് എന്നതാണ്. ഈ ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ അല്പം രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്താലും ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ നിന്ന് രാജ്യത്ത് അവഗണിക്കപ്പെടാൻ അത് കാരണമാകും എന്നൊക്കെയാണ് ഉത്തർപ്രദേശ് ഘടകം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മധ്യപ്രദേശും ആ വിധത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. മുൻ കാലങ്ങളിൽ സ്വീകരിച്ച സമീപനത്തിന് വിരുദ്ധമായിട്ട് ഉള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ സമ്മർദ്ദം ശക്തമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ സമ്മർദ്ദം ശക്തമാണ്. വേണുവിന് ഓർമ്മയുണ്ടാകും, ഈ ക്ഷണം സോണിയാഗാന്ധിക്ക് ലഭിച്ച ഘട്ടത്തിൽ 3 പേർക്കാണ് കോൺഗ്രസിൽ ഇത് നേരിട്ട് ക്ഷണം ലഭിക്കുന്നത്. അത് സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ഒപ്പം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് നേരിട്ട് സന്ദർശിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് രജിസ്റ്റേർഡ് തപാലിലാണ് നൽകിയത്. അദ്ദേഹത്തെ ടെലിഫോണിൽ സംഭാഷണത്തിലൂടെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ആ ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ഒരുപക്ഷെ വേണുവിന് ഓർമ്മയുണ്ടാകും. പങ്കെടുക്കാനായി പരമാവധി ശ്രമിക്കും എന്ന വിധത്തിലായിരുന്നു ആ പ്രതികരണം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അഥവാ പറ്റിയില്ലെങ്കിൽ ഉചിതമായിട്ടുള്ള സംഘത്തെ ചുമതലപ്പെടുത്തും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അത് ആവർത്തിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സമ്മർദ്ദം, ഈ ഭരണം കയ്യിലുള്ള സംസ്ഥാനങ്ങളിലെ സമ്മർദ്ദം, അത് കർണാടകയാണെങ്കിൽ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം, ഒപ്പം ഈ തെലങ്കാനയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദം ഒക്കെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത്. പങ്കെടുക്കുമെന്നോ പങ്കെടുക്കില്ലെന്നോ പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇനി ഈ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം നടത്താനായിട്ട് പോവുകയാണ്. മണിപ്പൂരിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ആ യാത്രയിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാട്ടും എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എതിരായിട്ട് നടക്കുന്ന ആക്രമങ്ങൾ, ഈ സർക്കാരിന്റെ സമീപനം ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുത്താൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിഭാഗം വാദിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന വിധത്തിലാണ് ഈ വിഷയം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളും ഒപ്പം ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളും ഒക്കെയാണ് നടത്തുന്നത്. ഇതിനെ രാഷ്ട്രീയമായിട്ട് എൻഗേജ് ചെയ്യാൻ BJP വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗം എന്ന രീതിയിൽ എല്ലായിടങ്ങളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ഈ സംഘപരിവാർ സംഘടനകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 3 മണിക്കൂർ നീളുന്ന പരിപാടികൾ അടക്കമാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ പോളറൈസേഷന്റെ ഭാഗമായിട്ട് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കും. ഇത് കോൺഗ്രസിന് വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇത് കോൺഗ്രസിന് വലിയ രാഷ്ട്രീയമായിട്ട് വെല്ലുവിളിയും സമ്മാനിക്കുന്നു. എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇന്ത്യ മുന്നണിയിൽ നോക്കുമ്പോഴും ആ വിധത്തിൽ ഉള്ള ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശിവസേന അടക്കമുള്ള കക്ഷികൾക്ക് ശിവസേനയെ ആദ്യം വിളിക്കാത്തപ്പോൾ സഞ്ജയ് റാവുത്ത് തന്നെ ഇത് താക്കറെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾക്ക്, അഥവാ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരു വ്യക്തി എന്നത് BJP മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശിവസേന ഇപ്പോഴും പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കണം എന്നുള്ളതാണ്. മറ്റു പാർട്ടികൾക്കും NCP പോലെയുള്ള മറ്റു പാർട്ടികൾക്കും രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ക്ഷണം ഉണ്ട്. പക്ഷേ ഇടതു പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഈ യാത്രയുടെ ഭാഗമായിട്ട് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കേണ്ട
വേണ്ടതില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിനും പ്രശ്നങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു. ഈ പശ്ചിമ ബംഗാൾ ഘടകം അടക്കം കോൺഗ്രസിനോട് ഈ യാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കരുത്. കാരണം കോൺഗ്രസിന് സാധ്യതയുള്ള പശ്ചിമ ബംഗാളിലെ സീറ്റുകൾ, അത് അധിർ രഞ്ജൻ ചൗധരി വിജയിക്കുന്ന സീറ്റ് ഉൾപ്പെടെ കോൺഗ്രസിന് സ്വാധീനമുള്ള എല്ലാ ഇടങ്ങളിലും ന്യൂനപക്ഷ സ്വാധീന മേഖലകളാണ്. കോൺഗ്രസ് ഈ വിധത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വെട്ടിലായിരിക്കുന്നു എന്ന വേണുവിന്റെ ആദ്യത്തെ പ്രയോഗം ഏറ്റവും ശരിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കഴിച്ചിട്ട് ഇറക്കാനും അഥവാ മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.